ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. സർക്കാരിന്റെ ഭരണപരാജയം മറയ്ക്കാൻ ഹാരിസിനെ വേട്ടയാടുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിഷയങ്ങളിൽ ഉൾപ്പെടെ പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. ഹാരിസിന്റെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നുവെന്നും അനൂപ് ആന്റണി പറഞ്ഞു. കോൺഗ്രസ് ഹിപ്പോക്രസിയുടെ ബാക്കിപത്രമാണ് രാഹുലിന്റെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഛത്തീസ്ഗഡ് വിഷയത്തിൽ സുരേഷ് ഗോപി ഒപ്പമുണ്ടെന്നും അനൂപ് ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം അതേ ജീർണാവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികൾ കെട്ടിടങ്ങളുടെയും അവസ്ഥ. ഇതിനൊന്നും ശാശ്വതമായ പരിഹാരം കാണാതെ ഡോക്ടർ ഹാരിസിനെ പോലുള്ള ജീവനക്കാരെ, സത്യസന്ധരായിട്ടുള്ള ജീവനക്കാരെ വേട്ടയാടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അത് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ പറയുന്നത്. ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫാസിസത്തിൻ്റെ സ്വരമുയർത്തിക്കൊണ്ട് ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരുടെ വായി മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചാൽ അതിനെതിരെ ഏതറ്റം വരെയും പ്രതിഷേധവുമായി പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ ഭാരതീയ ജനതാ പാർട്ടി വിട്ടുതരില്ല. ഡോക്ടർ ഹാരിസിനൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സംവിധാനവും. അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി കൊടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വലിയ ഹിപ്പോക്രസിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസും ഇടതുപക്ഷവും. അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ എന്തെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ചെയ്തതുപോലെ അവരെന്തുകൊണ്ട് വോട്ടർ പട്ടിക ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തിട്ട് വ്യക്തമായി പഠനം നടത്തി ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് സമീപിച്ചില്ല? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ രാഷ്ട്രീയ നാടകം കളിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ആദ്യമേ തന്നെ സുരേഷ് ഗോപിജി ഇടപെട്ടിരുന്നു, അതിനകത്ത് യാതൊരു സംശയവുമില്ല.